അപ്പോൾ ഇന്ന് രാവിലെ കോളേജിൽ പോകാൻ റെഡിയായിട്ട് താഴെ വന്ന് നിൽക്കുകയാണ്, ഹോസ്റ്റലിൻ്റെ താഴെ. എല്ലാവരും വരുന്നേ ഉള്ളൂ, സമയമൊന്നും ആയിട്ടില്ല. മണി 7:30 ആകുമ്പോഴേ ഇവിടെ കുറച്ച് പേര് വന്ന് നിൽക്കും. ഞങ്ങൾ സ്ഥിരം വരുന്ന കുറച്ച് പേരുണ്ട്. കാര്യം ഓടിച്ചെല്ലണം, ബസ്സിന് സീറ്റ് കിട്ടണമെങ്കിൽ ഓടിച്ചെല്ലണം, അല്ലെങ്കിൽ പിന്നെ സീറ്റ് കിട്ടില്ല. സീനിയേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് സീനിയേഴ്സിന് കുറച്ച് സീറ്റുണ്ട്, നമുക്കും കുറച്ച് സീറ്റുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക, വാർഡൻ പറയാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. പറയുമ്പോഴത്തേക്കും ഇവിടുന്ന് ഒരു ഓട്ടം എല്ലാം കൂടെ. അപ്പോൾ നമ്മൾ സന്തക്കാട്ട ജംഗ്ഷനിൽ ഇപ്പം എല്ലാവരും ഓടി എത്തി, ഇപ്പം ലൈവ് നിൽക്കും. വന്നവരൊന്നും ലൈൻ നിൽക്കുക, എന്നിട്ടാണ് കയറുന്നത്. സന്തക്കാട് ജംഗ്ഷൻ നിൽക്കുക, ബസ് വരാണ്ട് കാത്തിരിക്കുന്ന ഓരോരുത്തരും കണ്ട ലൈൻ നിൽക്കുന്നത്. ആ ലൈനനുസരിച്ച് കയറത്തുള്ളൂ എല്ലാവരും. പിന്നെ ബസ് വന്ന് ബസ്സിൽ കയറി ഓരോരുത്തരായിട്ട് കയറി വരുന്നേ ഉള്ളൂ. ഞങ്ങൾ ആദ്യം ഓടിയിരുന്ന് കുറച്ച് നേരം നിന്നു. അപ്പോൾ സന്യയൊക്കെ സാധാരണ നേരത്തെ ഓടുന്നത്, ഇപ്പോൾ താമസിച്ചുകൊണ്ട് അവിടെ നിൽക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അവളായിരിക്കും ആദ്യം വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് നേരം നിൽക്കുന്നത് കണ്ടോ, അങ്ങനെ കുറച്ച് നേരം നിൽക്കും. നല്ല മഴയുണ്ടായിരുന്നു, നല്ല മഴയായിരുന്നു കണ്ടോ. പോകുന്ന വഴിക്കൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ തൊട്ടേ ഭയങ്കര മഴയുണ്ടായിരുന്നു ഇവിടെ. ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് കോളേജോട്ട് ഒരു 10-20 മിനിറ്റത്തെ ട്രാവലുണ്ട്. 10-20 മിനിറ്റേ ഉള്ളൂ കോളേജിൽ നിന്ന്. ഞാൻ കോളേജോട്ട് കയറുന്നു, കുറച്ച് പടിയുണ്ട് കയറാനായിട്ട്. 2ാമത്തെ നിലയിലോ കോളേജ്. ക്ലാസ്സിലെത്തിയപ്പോഴും ഫർസാന നേരത്തെ അവിടെ പോയി ഇരിപ്പുണ്ട്. ഇന്ന് രാവിലെ ഉണ്ടല്ലോ എന്തെങ്കിലും കൊള്ളാത്ത ഫുഡായിരിക്കും, അതുകൊണ്ടായിരിക്കും നിങ്ങൾ 2 രൂപ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാണത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഗോതമ്പ് ദോശയും പരിപ്പേറിയെന്ന്. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹ ആൻഡ് ഗ്യാങ്ങാണ്. എന്നെ കണ്ടപ്പോഴത്തോളം ക്യാമറ കണ്ടപ്പോഴത്തോളം അവളങ്ങ് മുഖം മറച്ച്, അല്ലെങ്കിൽ വീഡിയോ ഇതാകുമെന്നറിയാം. ഫർസാന നേരത്തെ മുൻകരുതലായിട്ട് ബിസ്ക്കറ്റൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്, അത് തിന്നുകൊണ്ടിരിക്കുക. സന്നെ അതേ കഴിച്ചുകൊണ്ടിരിക്കുന്ന. അപ്പോൾ ഉണ്ടല്ലോ സന്നേൻ്റെ ഉമ്മ ഇന്നലെ പറയണം എൻ്റെ വീഡിയോ ഉണ്ട്, എൻ്റെ കൊച്ചിൻ്റെ മുഖം മാത്രം ഇല്ലല്ലോ എന്ന് വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചേ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് മൊത്തം സന്നേൻ്റെ മുഖം അങ്ങ് ചേർത്തേക്കാന്ന്, സന്നയുടെ ഉമ്മയ്ക്ക് സന്തോഷമായിക്കോട്ടെ എന്ന്. പിന്നെ 9:15 ഫോൺ വെക്കാറായി കണ്ടു. ട്രേക്കത്തുണ്ട് അടിങ്ങിയിരിക്കുന്നത്. ഇനി 9:15 അസംബ്ലിക്ക് പോകണം. ഫോൺ വെച്ചിട്ടാണ് അസംബ്ലിക്ക്. 4:30 വരെ ഫോൺ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫോൺ കിട്ടത്തുള്ളൂ. അതായത് കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഫോൺ കിട്ടത്തുള്ളൂ എന്നർത്ഥം. പിന്നെ വൈകിട്ടായി കോളേജ് വിട്ട് വീണ്ടും ഓടി ബസ്സിനകത്ത് വന്ന് ഇന്ന് സീറ്റ് കിട്ടി. ഫർസാന കുറച്ച് പുറകിരുന്നു. അപ്പോൾ പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, ബിസ്ക്കറ്റ് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ബസ്സിനകത്ത് വെച്ച്. അപ്പോൾ ഇറങ്ങാൻ പിന്നെ ഹോസ്റ്റലിലെത്തി ഇറങ്ങാൻ പോന്നു. അപ്പോൾ സന്നെ എന്താണ്ട് അലമ്പുണ്ടായിക്കൊണ്ടിരിക്കുക. പിന്നെന്താ ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നു ഹോസ്റ്റലോട്. ഫർസാന മുന്നേ നടക്കുന്നു, ഞാൻ പുറകെ നടക്കുന്നു. ഫർസാന നോക്കാൻ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു കണ്ട. ആഷ്ലി, അക്സ, ശ്രുതി എല്ലാവരും ഉണ്ട് പുറകിൽ. പിന്നെ നമ്മൾ ഹോസ്റ്റലിൽ താഴെ എത്തി. അവിടെ വെള്ളം എടുക്കുന്നതുണ്ട്, മറ്റേ പ്യൂരിഫയർ. അവിടുന്ന് വെള്ളം എടുത്തിട്ട് ഇതേ റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ശ്രുതിയാണ് മുന്നേ കയറുന്നത്. നമ്മുടെ 3ാമത്തെ നിലയിലാണ് റൂമ്. ഇതേ റൂമിൽ കയറുന്ന അർച്ചന ചെരുപ്പൊക്കെ ഊരുന്നു. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലെ മറ്റേ പേപ്പറിനകത്ത് നമ്മുടെ എല്ലാവരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് എൻ്റെ പേരുണ്ട് കേട്ടോ, 12ാമത്തെ എൻ്റെ പേരാണ്. പിന്നെ നമ്മൾ റൂമിൽ കയറുന്ന റൂമും കാണിക്കുന്നില്ല കേട്ടോ, ഭയങ്കര അലമ്പായിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് പിന്നെ റൂമൊന്നും കാണിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. കുളിക്കുക, എന്തെങ്കിലും കഴിക്കുക, പിന്നെ ഫോണിൽ തോണ്ട്. കറക്റ്റ് 8:30 ആകുമ്പോൾ വാർഡൻ വരും ഫോൺ വെക്കാനായിട്ട് പറയാനുണ്ട്. കറക്റ്റ് 8:30 ആയപ്പോൾ ശ്രീകുട്ടി ആരും